പിന്നെ സഫീന ബീവി, എനിക്ക് നിന്നോട് പറയാനുള്ളത് എടി പുല്ലത്തി, എടി 3 കൊല്ലം എന്റെ കെവിർക്കാരന്റെ ആൾക്കാർ എന്റെ കെവിർക്കാരന്റെ പെങ്ങളുടെ മകള് ഒളിച്ചോടിയന്റെ പേരിൽ ഞങ്ങളുടെ അടുത്ത് തെറ്റിയതാടി പുല്ലത്തി. എനിക്ക് വിളിച്ചു പറഞ്ഞ റംല പറഞ്ഞ പെങ്ങളുടെ മകള് ഒളിച്ചോടിയ കഥ നാട്ടിലൊക്കെ പാട്ടായപ്പോഴേ അവൾ ഉണ്ടാക്കിയ കഥയാണ് എനിക്ക് ഗർഭിണി. എടി എന്റെ ഒക്കെ ഞാൻ ഗർഭിണിയായിട്ട് ഏതിനടി എന്റെ കാന്റെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കളഞ്ഞിട്ടുണ്ടെങ്കിലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സഫീന ബീവിയുമായിട്ടാണ് ഇപ്പോൾ കളി നടക്കുന്നത്. ഈ സഫീന ബീവി ഒരു അനാവശ്യവും പറഞ്ഞിട്ടില്ല സാജിദയോട്. ചില കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഉരുത്തിരിഞ്ഞ് പറഞ്ഞിട്ടേ ഉള്ളൂ. സഫീന എന്ന് പറയുന്നത് ഈ സാജിദയെ പോലെയല്ല. സഫീന ബീവിയുടെ വ്ളോഗുകൾക്ക് ആളുകൾ പ്രേക്ഷകർ കുറയുന്നതും അതുകൊണ്ടാണ്. അത് അഴിച്ചിട്ടാടുന്ന ഒരു സ്ത്രീയൊന്നുമല്ല. ഇപ്പോൾ ആ സ്ത്രീയെ ഇവൾ കളിയാക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്. ആ സഫീന, ഈ സഫീന, കെഞ്ചില്ലേ, ഗെയ്ഷ്, ഹലോ ഗെയ്ഷ് എന്ന് പറയുന്ന രീതിയിലൊക്കെ കളിയാക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? പക്ഷേ ആ സ്ത്രീ എങ്ങനെ കളിയാക്കിയാലും ആ സ്ത്രീക്ക് ഒരു നേരായ ബുദ്ധിയും വഴിയും കഴിവുമുള്ളവളാണ്. ആ സ്ത്രീ പറയുന്ന ഓരോ വാക്കിനും അർത്ഥമുണ്ട്. അതുകൊണ്ട് ആ സഫീന ബീവി എന്ന് പറയുന്ന സ്ത്രീ യഥാർത്ഥത്തിൽ ചെയ്തത് ഈ സാജിദയുടെ മക്കളുടെ പോക്ക് അതാണ്. ആ പോക്കിനെ കുറിച്ച് നല്ലൊരു സതുപദേശ രീതിയിൽ കൊടുത്തതാ, അല്ലാതെ ഇത്രമാത്രം പ്രകോപിപ്പിക്കത്തക്ക രീതിയിലൊന്നും ഈ പറയുന്ന സഫീന വ്ളോഗ് ചെയ്തിട്ടില്ല. സഫീന ആ മക്കൾക്കെതിരെ അവൾക്കെതിരെ ചെയ്ത വീഡിയോ ഞാനും കണ്ടിട്ടുണ്ട്. കണ്ടവന്മാരനെ കേറി നീ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഞാൻ ഉണ്ടാക്കിയില്ല. ഞാൻ അന്തസ്സായിട്ട് ഒറ്റ തന്തയ്ക്ക് പറഞ്ഞതാണ്. ഒരാളിനെ കെട്ടിയതാണ്, ഒരാൾക്ക് തന്നെ 5 മക്കളെ പ്രസവിച്ച ഒരു സ്ത്രീയാണ്. എനിക്ക് കണ്ടവന്മാരെ നിരങ്ങിയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നീയും വാടി ആ പറയണ അവള് റംലു പറയണ എന്റെ ഇക്കാന്റെ പെങ്ങള് പറഞ്ഞ ചെറ്റച്ചി വന്നിട്ട് DNA ടെസ്റ്റ് ചെയ്തിട്ട് എന്റെ മക്കളുടെ ഗ്രൂപ്പും കാര്യങ്ങളും എനിക്കും ബ്ലഡ് എടുത്ത് നീ. അതിൽ വളരെ മാന്യമായ രീതിയിലാണ് സഫീന പ്രതികരിക്കുന്നത്. മക്കളെ ഇതിലേക്ക് വലിച്ചു വെച്ച് കൊണ്ടുവരുന്ന സാജിദയൊക്കെയാണ് ആ സ്ത്രീ നിർദ്ദേശം കൊടുത്തത്, സതുപദേശമാണ് കൊടുത്തത്. ഒന്നും മനസ്സിലാവില്ലല്ലോ. എന്താ പറയുക, വിനാശകാല വിപരീത ബുദ്ധി എന്ന് ചിന്തിക്കുമാർ ഈ സ്ത്രീക്ക് ധാരാളം പണം കിട്ടി വരുമ്പോൾ ഞാൻ എന്ത് കൂത്താടിയാലും അത് മുഴുവനും എന്ത് വെച്ചിരിക്കുക, ഈ വീഡിയോ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ തൊള്ളിച്ചാടുന്നതും കഴിച്ചാടുന്നതും ഒക്കെ ഈ വീഡിയോയിൽ പകർത്താൻ വേണ്ടി പ്രത്യേക രീതിയിൽ ഈ പിള്ളേർക്ക് നിർദ്ദേശം കൊടുക്കുക. അപ്പോൾ പിള്ളേർ തന്നെയാണ് ഈ സ്ത്രീയുടെ വ്ളോഗ് പിടിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ. എന്നിട്ട് അത് മുഴുവൻ എന്ത് തെമ്മാടിത്തരമാണെങ്കിലും അത് മുഴുവൻ ഇങ്ങനെ വ്ളോഗിൽ പറയുക. അതന്നെ എന്തൊക്കെയാണോ പറയുക, അവൾക്ക് അത് തന്നെ പണിയുള്ളൂ. അത് തന്നെ അവളുടെ വ്ളോഗ് എന്ന് പറയും. അല്ലാതെ ഒരു കണ്ടന്റും ആ വ്ളോഗിലില്ല. ഞാൻ യൂട്യൂബറാണ്, ഞാൻ അങ്ങനത്തെ യൂട്യൂബറാണ്, എന്നെ തിരിയില്ലേ, ഇതൊക്കെ അവള് ലോകത്തിന് മുമ്പിൽ പറയുന്നുണ്ടെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു ഗുണപാഠം ലോകത്തിനുണ്ടോ എന്ന് നിങ്ങൾ കാണുന്ന കമന്റോളികളെ, പ്രേക്ഷകരെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. പറഞ്ഞാടല്ലോ. പിന്നെ നീ ഇന്ന് രാവിലെ എന്റെ കുട്ടീനെ തെറി, എടി പുല്ലത്തി ഷഫീന, നിന്റെ വായിന്ന് വന്ന തെറികൾക്ക് കണക്കില്ലടി. എടി ഞാൻ പറഞ്ഞ തെറികളൊന്നല്ല, നീ വിളിച്ച തെറികള് റെക്കോർഡഡ് ആണ് മോളെ. റെക്കോർഡഡ് എന്റെ കയ്യിലുണ്ട്. നീ മറ്റുള്ളവരെ തിന്ന് വെള്ളം കുടിച്ചിട്ടുണ്ടാവും, പക്ഷെ ഷാജിന്റെ മക്കളെ തൊട്ട വിവരം നീ അവളാണെങ്കിലും എവിടത്തെ അവളാണെങ്കിലും വെറുതെ എങ്കിലും അവളുടെ ബ്ലോഗിനകത്ത് എന്ത് പോയിന്റാണ് പറയുന്നത്? ഒരു പോയിന്റും അവൾ പറയുന്നില്ല. പിന്നെ ഇപ്പൊ അവൾ വേറെയും ചില ലക്ഷ്യങ്ങൾ ഇപ്പോൾ ആ സ്ത്രീ കൊണ്ടുവന്നിട്ടുണ്ട്. ക്യാൻസറും സ്കിന്നിന്റെ നോക്കണോ എന്താ ചെയ്തിരിക്കുന്നത്? നിയമപരമായിട്ട് പുറത്തറിഞ്ഞാൽ വലിയ ശിക്ഷ കിട്ടുന്ന ഇത്തരത്തിലുള്ള ഈ എന്താ പറയുക എന്താ പറയുക ജാസ്മിൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ എന്തായിരുന്നു, അത് വെളുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രീമിനെ കുറിച്ച് പരസ്യപ്പെടുത്തിയിരുന്നു ആ സ്ത്രീ. അവള് നിന്നെ മറ്റുള്ളവരെ പോലെ പച്ചറിച്ച് തിന്നിട്ട് നിന്റെ മക്കളെ വീപ്പക്കുറ്റി പോലെ ഇങ്ങനെ നടക്കാനും എഴയാനും വയ്യാത്ത രീതിയിൽ എന്റെ മക്കളെ ഞാൻ വളർത്തുന്നില്ലടി പുല്ലത്തി ഷഫീന. കൊറേ ഇങ്ങനെ ഇട്ടിട്ട് വരും, ഹലോ ഗേഷ് ഇങ്ങനെ കുറെ വരും. ഹലോ ഗേഷ്, യൂട്യൂബില് ഞാൻ യൂട്യൂബാണ്, ഞാനൊരു യൂട്യൂബറാണ് പറഞ്ഞിട്ട് ഓള് ഇങ്ങനെ വരും. പിന്നെ അവള് പറയും കുറെ ഇങ്ങനെ വരും. എന്തിടി നിനക്ക് ഒരു നിലപാടുണ്ട്. മറന്നുപോയതാണ് ആ സ്ത്രീയെ. ജാസ്മിൻ ജാഫർ, അതെ, ബിഗ് ബോസിലെ സ്റ്റാർ ആയിരുന്നു. നല്ല ലക്ഷോപലക്ഷം കിട്ടിയിട്ട് പോലും പിന്നീടും ഈ എന്താ പറയുക വെളുത്തുപാടാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക തരം ക്രീമിൻ്റെ വിപണന പരസ്യത്തിൽ ഏർപ്പെട്ടു. പിന്നീടാണ് അത് അന്വേഷണ രംഗത്ത് വന്നപ്പോഴാണ് അതൊക്കെ തേച്ചവർക്ക് മുഴുവനും ക്യാൻസർ രോഗം വന്നു എന്ന്. ഒട്ടനേകം ആളുകൾ അതിൽ ക്യാൻസർ പിടിച്ച് മരിച്ചിട്ടുണ്ട്.
അപ്പോൾ യാതൊരു ബേസുമില്ല, അടിസ്ഥാനമില്ല, സ്കിൻ ഡോക്ടർ പറഞ്ഞിട്ടില്ലാതെ, മെഡിക്കൽ റിപ്പോർട്ടില്ലാതെ തോന്നിയ മാതിരി ഇവൾ ഈ പറയുന്ന പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് ഈ പറയുന്ന ക്രീം കണ്ടില്ല. എന്നിട്ട് അവളുടെ മുഖത്ത് ഇങ്ങനെ നമ്മൾ ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, പെയിൻ്റ് അടിച്ച് നിർത്തുക എന്ന് പറയുന്നത് പോലെ, പെയിൻ്റ് അടിച്ച് നിർത്തുക എന്നതുപോലെ പ്രത്യേക രീതിയിൽ പൊട്ടിയിട്ട് പെയിൻ്റ് അടിച്ച് നല്ല ഉഷാറാക്കിയിട്ടുള്ള അവളുടെ മുഖം. എന്നിട്ട് അവളിങ്ങനെ അത് വാരി തേക്കുന്നുണ്ട്. അവൾക്ക് അള്ളാഹുവാനും ഇതിൻ്റെയൊക്കെ അനന്തരഫലം എങ്ങനെ ദുനിയാവിലത്തത് പറഞ്ഞാൽ മതി. നമ്മൾ പരലോകത്ത് ഇപ്പോൾ ഈ ജാമ്യതയോ ആരിഫൊക്കെ പറഞ്ഞാൽ കളിയാക്കുമല്ലോ. പക്ഷേ ദുനിയാവിൽ തന്നെ ഇപ്പോൾ എന്തായാലും സംഭവിക്കുക, അതിൻ്റെ റിയാക്ഷൻ, നമ്മൾ പറയുന്ന റിയാക്ഷൻ വ്ളോഗ് പോലെയൊന്നും അല്ല അതിന് സംഭവിക്കുക. ആ റിയാക്ഷൻ ശരീരത്തെ മുഴുവൻ കാർന്നു തിന്നു. മാരക രോഗമാണത്. എന്നിട്ടും അവൾ അതിനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുക. ഇതൊക്കെ ഈ ബന്ധപ്പെട്ട അധികൃതർ കാണുന്നില്ലേ? ആലോചിച്ച് നോക്ക്. ലക്കി ഡ്രോപ്പ് തട്ടിപ്പിൻ്റെ പിന്നിൽ നടന്നിരുന്ന തട്ടിപ്പുകളെ കുറിച്ച് നമ്മൾ കണ്ടിട്ടില്ലേ? ആ തട്ടിപ്പിനെ കുറിച്ച് ഞാൻ എന്തോ ഒന്നിൽ പറഞ്ഞപ്പോത്തിന് അതിനും എന്നോട് ഇവള് കമൻറ്റ് ചെയ്തിക്കണ, ആ താടിയുള്ളപ്പട പേടിയുണ്ടില്ലേ, ശരിയാക്കി തരാ, എന്നെ ശരിയാക്കി തരാ. അപ്പോൾ ഇതിന് ഞാൻ ഏത് വ്ളോഗ് ചെയ്താലും ആ വ്ളോഗിന് താഴെ അവൾ കമൻറ്റ് ചെയ്യാണ് വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്. ഞാൻ വീട്ടിൽ കയറിയിട്ട് ഞാൻ റൂമിൽ കയറി നിങ്ങളെ എല്ലൊടിക്കും. ഈ സ്ത്രീക്കെതിരെ നിയമം പോലും അറച്ചു നിൽക്കുന്നു. ആരും ഈ സ്ത്രീക്കെതിരെ പരാതി കൊടുക്കുന്നില്ലേ? ഇസ്മി ഗെയ്സി എന്ന പ്രശസ്ത യൂട്യൂബറാണ്. അവൻ പറയുന്നതൊക്കെ വളരെ മാന്യമായിട്ടാണ്, സത്യസന്ധമായിട്ടാണ്, കാര്യങ്ങളാണ്, ഗൗരവമുള്ളതാണ്. അവനോടും വളരെ മോശമായ രീതിയിലാണ് ഈ ഗെയ്സിനോട് പറയുന്ന കാര്യങ്ങളൊക്കെ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഈ പെണ്ണിന് ഭ്രാന്താണെങ്കിൽ, അതാണ് മനോവിഭ്രാന്തി, അങ്ങനെ ഉണ്ടാവാം. അതായത് വരവിൽ കവിഞ്ഞ സ്വത്ത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, സമ്പത്ത് കുന്നുകൂടിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്മാരെ സംബന്ധിച്ച് ഗർവ് എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ട് ലോകത്ത്, കിബർ. മനസ്സിലായോ? അള്ളാഹുവിനോട് വളരെ ശക്തമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ എന്താണ് കിബർ എന്ന് ലോകത്തിന് മുമ്പിൽ നിർവചിച്ചിട്ടുണ്ട്. എന്താണ്? ആ വീഡിയോ കണ്ടിട്ടാണ് എന്റെ മകൻ നിന്റെ നമ്പർ ഉണ്ട് പറഞ്ഞിട്ട് അവനായിട്ട് വിളിച്ചതാണ്. രാവിലെ എണിച്ച് അവനായിട്ട് വിളിച്ചു, ഉമ്മ അവളുടെ നമ്പർ കിടക്കുന്നുണ്ട്, അവൾക്കൊന്ന് വിളിച്ചു നോക്കാൻ വേണ്ടി വിളിച്ചു. എടി നിനക്ക് എന്റെ മകനെ തെറി കേട്ടിട്ടുണ്ട്. എത്തിങ്ങാനും പഠിച്ച കുട്ടികള് എന്റെ ഇത്രയും അനാവശ്യം പറയാത്ത കുട്ടികൾ നിന്നെ അനാവശ്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ എങ്ങനത്തെ അവളാണെന്ന് ആ മക്കൾക്ക് മനസ്സിലായി. നിന്റെ വീഡിയോസ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന മക്കളാടി. തന്റെ സഹജീവികളെ നിന്ദിക്കലും വളരെ സത്യമാണ്. ഏറ്റവും അതിൽ മുതിർന്ന ആള് ഉമ്മയാണ്. ആ ഉമ്മയെ ഇനി ഒന്നും നിന്ദിക്കാൻ ബാക്കിയില്ല. അപ്പൊ ആ സഹജീവികളെ നിന്ദിക്കലും സത്യത്തെ നിഷേധിക്കലുമാണ് കിബർ. സത്യത്തെ നിഷേധിക്കുന്നതിന്റെ സത്യം ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിന് മറ്റുള്ളവർ എന്ത് നന്മ പറഞ്ഞു കൊടുത്താലും, സത്യം പറഞ്ഞു കൊടുത്താലും അതിനെ മുഴുവനും അവഹേളിക്കുക, നിന്ദിക്കുക. ഞാൻ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലുത്, അതിന് എനിക്കിപ്പോൾ പടച്ചോനുണ്ട്, എൻ്റെ പടച്ചോൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആലോചിച്ച് നോക്കി. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ദുഷ്ടന്മാർ, അഥവാ ഇവിടുത്തെ ഫാസിസ്റ്റ് ഭരണകൂടം വരെ പറയുന്നത് അതാണ്. ഞങ്ങളെ പടച്ചോന്മാർ ഞങ്ങളെ രക്ഷിക്കും. മഹാനായ ഇബ്രാഹിം നബിയോട് നമ്രൂദും അവൻ്റെ ആളുകളും പറഞ്ഞത് അങ്ങനെയാണ്. ഖലീലുള്ളയുടെ ഉപ്പ പറഞ്ഞത് അങ്ങനെയാണ്. ഞങ്ങളുടെ പടച്ചോന്മാർ അന്നെ നശിപ്പിച്ചു കളയുമെന്നാണ് പറഞ്ഞത്. ഞങ്ങളെ പടച്ചോന്മാർ ഞങ്ങളെ രക്ഷിക്കും എന്നതുപോലെയാണ് ഇപ്പൊ അനങ്ങിയ ഈ പെണ്ണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് വിളിച്ചതും പടച്ചോനെയാണ്. പടച്ചോനെ എനിക്കിതിനൊക്കെ ഒരു വഴി നീ കാണിച്ചു തരണേ, ഇന്നല്ലെങ്കിൽ നാളെ എന്ന് ഞാൻ എന്റെ പടച്ചോനോടാടി പറഞ്ഞത്. അല്ലാണ്ട് നിന്നെ മറ്റുള്ളവരെ പോലെ പച്ചറിച്ച് തിന്നിട്ട് നിന്റെ മക്കളെ വീപ്പക്കുറ്റി പോലെ ഇങ്ങനെ നടക്കാനും എഴയാനും വയ്യാത്ത രീതിയിൽ എന്റെ മക്കളെ ഞാൻ വളർത്തുന്നില്ലടി പുല്ലത്തി ഷെഫീന. കൊറേ ഇങ്ങനെ ഇട്ടിട്ട് വരും, ഹലോ ഗേഷ് ഇങ്ങനെ കുറെ വരും. എന്റെ പടച്ചോന് എന്ത് പടച്ചോന്? പടച്ചോൻ പറയുന്നത് കേൾക്കാതെ, പടച്ചവന്റെ ദൂതൻ പറയുന്നത് കേൾക്കാതെ ആദ്യം പറഞ്ഞത് എൻ്റെ ഉമ്മാനോട് ക്ലിയറാവുന്നതാണ്. ആ ഉമ്മാനെ ചീത്ത പറഞ്ഞ് സഹജീവികളെ മുഴുവൻ നിന്ദിച്ച്, എന്നിട്ട് തോന്നിയത് മുഴുവൻ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ തട്ടം പോലും ഇടാതെ ഔറത്ത് മുഴുവനും ഗുഹ്യഭാഗം മുഴുവൻ വെളിയിലാക്കിയിട്ട് ഇവൾക്ക് അള്ളാഹു ഇവളെ സഹായിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക ഇവള്. അത് കേട്ടിട്ട് കുറേ കമൻറ്റോളികൾ അവൾക്ക് അനുകൂലമായിട്ട് കമൻറ്റും ചെയ്യുക. അപ്പം ഞാൻ പറയുന്നത് അതല്ല. ഇപ്പോൾ പുതിയ ബിസിനസ്, ഈ പണം കിട്ടി തന്ന ഈ ക്രീമിന് കുറഞ്ഞ കാശുള്ള അവൾ പറയുന്ന വാക്കൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കും ആ വ്ളോഗ് എടുത്ത് പരിശോധിച്ച് നോക്കാം. സുഹൃത്തുക്കളെ, ഈ ക്രീം നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ ഭയങ്കര 10 ഇരട്ടി വില കൊടുക്കണം ഇതിനേക്കാളും. അത് ഞങ്ങൾ വളരെ കുറച്ച് വിലക്കാണ് നിങ്ങൾക്ക് വിൽക്കുന്നത്. ഇത് എല്ലാ തട്ടിപ്പിൻ്റെ ഉടയന്മാരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. അത് നമ്മളോട് വലിയ സ്നേഹം, സ്വന്തം ഉമ്മയോടും സഹോദരിമാരോടും അള്ളാഹുവിനോടും ഒന്നും കാണിക്കാത്ത സ്നേഹമാണ് ഈ പുതിയ തലമുറയിലുള്ള പെണ്ണുങ്ങളോട് ഈ സ്ത്രീക്കുള്ളത്.
കാരണം എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ ക്രീം തേച്ചിട്ട് നിങ്ങളുടെ മുഖമൊക്കെ സൗന്ദര്യപ്രദമാക്കി മാറ്റൂ. എന്ത് സ്നേഹമാണെന്നറിയാം. എന്നിട്ട് നിങ്ങളെ എന്തിന് നല്ലൊരു ഭർത്താവ് വരാനല്ല, നല്ല ഭർത്താവാണെന്നുണ്ടെങ്കിൽ ഏതായാലും ഈ വൃത്തികെട്ട ക്രീം തേച്ചാൽ 2 പൊട്ടിക്കുകയുള്ളൂ ആ മുഖത്ത്, അല്ലേ? നല്ല ഭർത്താവ് ഒരിക്കലും അത് സമ്മതിക്കില്ല. ഈ തോന്നിവാസ ഭർത്താവാണെങ്കിൽ മാത്രം അതും സമ്മതിക്കില്ല. തോന്നിവാസ ഭർത്താവിന് ക്രീമല്ലാത്തതൊക്കെ ഉപയോഗിച്ചു, പൗഡറൊക്കെ ഉപയോഗിച്ചു എന്ന് പറയുള്ളൂ. ഇപ്പോൾ പുതിയ ക്രീമുകളെ കുറിച്ച് എന്താണ് അറിയുക? നല്ല നല്ല ട്രേഡ് മാർക്കുള്ള ക്രീമുകൾ പോലും സ്കിന്നിനെ അങ്ങേയറ്റം ബാധിക്കുകയും അതുവഴി ക്യാൻസർ ഉണ്ടാവുകയും എന്നാണ് പഠനം. അപ്പോഴാണ് ഇവൾ ഈ ഉടായ്പിൻ്റെ രീതിയിൽ ഈ ക്രീം കൊടുന്ന് വിതരണം ചെയ്യുമ്പോൾ മനുഷ്യരെ നിങ്ങൾക്ക് അന്തം ബുദ്ധിയില്ലേ? ഇന്നിപ്പോൾ അവൾ ഏതായാലും തല്ലാൻ നിൽക്കുന്നതായതുകൊണ്ട് ഇനിയിപ്പോൾ അവൾ ഏറി വന്നാൽ അവൾക്ക് കൊല്ലുള്ളൂ. ഇന്നെ അതിലപ്പുറം ചെല്ലുള്ളൂ. പഴയ ആൾ പറഞ്ഞ് ഏറി വന്നാൽ എന്താ ചെയ്യുക? കൊല്ലും, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഏറി വന്നാൽ ഓൾ കൊല്ലും. അതൊന്നല്ലെങ്കിൽ നാളെ നമ്മൾക്ക് മരണം ആവശ്യമാണ്. അപ്പം അത് ഓളെ കൈകൊണ്ടാണെങ്കിൽ അതാണ്ട് ആയിക്കോട്ടെ. പക്ഷേ ഓള് കാട്ടുന്ന ഈ തോന്നിവാസങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറയാണ്, മനുഷ്യരെ നിങ്ങൾ ആ ചതിയിൽ പെട്ടുപോകരുത്. അവരോട് ആ ക്രീമൊന്നും വാങ്ങി സൗന്ദര്യം വർദ്ധിപ്പിച്ച് ചാവാൻ, അകാലത്തിൽ ചത്തുപോകാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളെ നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല വ്ളോഗുകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.